ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ കഴുത്തിലും മുഖത്തും കൈകളിലൊക്കെ തേക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് കാണുന്ന പിഗ്മെൻറ്റേഷന്, കരുവാളിപ്പ്, മുഖക്കുരു വന്ന പാടുകൾ ഇതൊക്കെ മാറി മുഖം നല്ല ക്ലിയറായി തന്നെ കിട്ടുവേ. ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം ഇത് തേച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് വേണ്ട സാധനം ശർക്കരയാണ് കേട്ടോ. ശർക്കര ഞാൻ കത്തി കൊണ്ട് അങ്ങ് ചീകി എടുക്കുകയാണ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് മറയൂർ ശർക്കരയാണ്, അതുകൊണ്ട് തൊടുമ്പോൾ തന്നെ ഇതാ പൊടിഞ്ഞു കിട്ടും. കണ്ടില്ലേ, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇരിക്കും, പൊടി പൊടി പോലെ. ഇതിലോട്ട് തക്കാളിയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് തക്കാളിയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട സാധനം ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ. നമുക്കതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാവേ. കുറച്ച് മതി. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളിയുടെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേ. ഞാനിത് മുഖത്ത് തേക്കുന്നില്ല കേട്ടോ, എൻ്റെ കൈകളിലാണ് തേച്ച് കൊടുക്കണത്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയറായി നല്ല തിളക്കം കിട്ടാൻ ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ. നമുക്ക് കൈകളിൽ നിന്ന് തേച്ച് കൊടുക്കാം. തരികളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് മുഖത്തായാലും തേച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കഴുത്തിനും ചുറ്റിനും കറുപ്പൊക്കെ പോകാനൊക്കെ ഈ ഒരു ടിപ്പ് സൂപ്പറാണ്. നല്ലവണ്ണം ഇങ്ങനെ മസാജ് ചെയ്ത് നമുക്കങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ പാത്രം വെക്കാനൊരു സൗകര്യം ഇല്ലെന്നേ, ഞാനത് മുറ്റത്തിരുന്ന കേട്ടോ വീഡിയോ എടുത്തേക്കണത്. ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കാവേ. ഇതെല്ലാ ദിവസമൊന്നും തേക്കണ്ട കേട്ടോ, ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം തേച്ചാൽ മതിയാവേ. നമ്മുടെ കൈമുട്ടിലെ കറുപ്പിൻ്റെ പാടുകളൊക്കെ ഇല്ലേ, പിഗ്മെൻറ്റേഷൻ ഇല്ല, അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഈ ശർക്കര വെച്ചുള്ള ഫേസ് പാക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവും, പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടുവേ. അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേച്ച് കൊടുത്ത ഈ പാക്ക് ഉണ്ടല്ലോ ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകി കളയാവേ. നല്ലവണ്ണം മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് കൈ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ 2 കൈയിലും നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്, മസാജും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കേ. ഡ്രൈ ആയിട്ടെന്ന് വെച്ചാൽ നമുക്ക് വലിഞ്ഞൊരു മുറുകുന്ന ഒരു രീതി വരും കേട്ടോ. അന്നേരം നമുക്ക് കഴുകി കളയാവേ. ഒരു 15 മിനിറ്റെങ്കിൽ നമ്മുടെ കൈകളിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇനി നമുക്കത് കഴുകി കഴിഞ്ഞ ശേഷം നമുക്ക് കാണാവേ, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം തക്കാളിയുടെ നീരൊക്കെ നമുക്കറിയാം സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. ചെറുനാരങ്ങയുടെ നീര് നല്ലതാണ്. ഈ ശർക്കരയാണെങ്കിലും നല്ലൊരു സാധനം കേട്ടോ. നമ്മുടെ സ്കിന്ന് നമ്മുടെ എന്താ പറയുക, ഡെഡ് സെല്ലൊക്കെ മാറ്റി റിമൂവ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ ഈ ശർക്കരയ്ക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. 15 മിനിറ്റ് മാത്രം എൻ്റെ കൈകൾ വെച്ചായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനത് കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കൈകൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 കൈയിൽ ഞാൻ തേച്ചായിരുന്നേ, കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എല്ലാ ദിവസവും നമുക്ക് തേക്കേണ്ട, ആഴ്ചയിൽ 2-3 തവണ തേച്ചാൽ മതി കേട്ടോ. നമ്മൾ മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖം നല്ല ക്ലിയർ ആവും. മുഖത്ത് വന്ന പാടുകളുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയാനൊക്കെ സൂപ്പർ ഒരു പാക്കാണിത്. കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയും കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ തേച്ച് കൊണ്ട് തന്നെ
ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ കൈകൾ നല്ലോണം തേച്ച് കൊടുക്കാൻ മറക്കരുത്. ഇപ്പം ക്രീം ഇല്ലെങ്കിൽ പ്രശ്നമില്ല, റോസ് വാട്ടറും ഗ്ലിസറിനും കുറച്ചെടുത്തിട്ട് കൈകൾ നല്ലോണം തേച്ച് കൊടുത്താൽ മതി. പക്ഷേ വെയിൽ കൊള്ളുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലിസറിനൊക്കെ ആകുമ്പം നിറം ഇച്ചിരി മങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങൾ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, ഈ ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.